നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഹരിയാനയിൽ മുഖ്യമന്ത്രി പദത്തിനായി പിടിവലി തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ അവകാശമുന്നയിച്ച് രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. മുതിർന്ന നേതാവായ അനിൽ വിജ്, കേന്ദ്രമന്ത്രിയായ റാവോ ഇന്ദ്രജിത് സിംഗ് എന്നിവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് താനെന്നും 6 തവണ MLA ആയി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് അനിൽ വിജ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. 7ാം തവണയും താൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. താൻ ഇതുവരെയും പാർട്ടിയിൽ നിന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഹരിയാനയിലെ ജനങ്ങളും എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളും എന്നെ സന്ദർശിച്ചിരുന്നു. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശം ഉന്നയിക്കും എന്നാണ് അനിൽ വിജ് പറഞ്ഞത്. തന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ഇന്ദ്രജിത് സിംഗ് പറഞ്ഞത്. നവാബ് സിംഗ് സൈനിയെയാണ് അമിത്ഷാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നിരിക്കെ ആ പാർട്ടി തീരുമാനത്തിനോടൊപ്പം തന്നെ തങ്ങൾ നിൽക്കുമെന്നും എന്നാൽ ജനങ്ങൾ എന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇത് എൻ്റെ വ്യക്തിപരമായ താല്പര്യമല്ല, ജനങ്ങളുടെ ആഗ്രഹമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പാർട്ടിയിലെ സീനിയർ താനാണെന്നും അടുത്ത മുഖ്യമന്ത്രിയാകണമെന്നും അനിൽ വിജിന്റെ പരസ്യ പ്രചാരണം വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി. താൻ മുഖ്യമന്ത്രിയാകണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ടെന്നും അനിൽ വിജ് അവകാശപ്പെടുന്നുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് BJP പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അനിൽ വിജിന്റെ രംഗപ്രവേശം. മാസങ്ങൾക്ക് മുൻപ് നടന്ന മന്ത്രിസഭാ അഴിച്ചുപണിയിൽ ക്യാബിനറ്റിൽ നിന്ന് പുറത്തായ BJP നേതാവാണ് അനിൽ വിജ്. ഇനിയും മൗനം പാലിച്ചാൽ അവഗണിക്കപ്പെട്ടേക്കുമെന്ന തോന്നലാണ് അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹരിയാനയിലെ മുതിർന്ന BJP നേതാവാണ് അനിൽ വിജ്. നേരത്തെ തന്നെ മന്ത്രിയുമായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. BJPയിലെ സീനിയറായ നേതാവാണ് താനാണെന്നും അദ്ദേഹം യോഗ്യതയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. BJP നേതൃത്വം തന്നെ മുഖ്യമന്ത്രിയായി നിയോഗിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ മാറുമെന്നും അനിൽ വിജ് പറയുന്നുണ്ട്. എന്നാൽ BJP കേന്ദ്ര നേതൃത്വത്തിന് അനിൽ വിജിനോട് വലിയ താല്പര്യമില്ല എന്നതാണ് വാസ്തവം. മനോഹർലാൽ ഖട്ടറിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റുമ്പോൾ അടുത്ത സാധ്യതയുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു അനിൽ വിജ്. എന്നാൽ അന്ന് BJP കേന്ദ്ര നേതൃത്വം നയാബ് സിംഗ് സൈനിയെ ആണ് മുഖ്യമന്ത്രിയാക്കിയത്. കഴിഞ്ഞ മാർച്ചിലാണ് മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞത്. ഈ വേളയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുകയും അനിൽ വിജിനെ ക്യാബിനറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും അനിൽ വിജ് BJP ടിക്കറ്റിൽ മത്സരിക്കുന്നുമുണ്ട്. അംബാല കന്റോൺമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രിക സമർപ്പിച്ചു. എന്നാൽ നേതാക്കളുടെ ആവശ്യങ്ങൾ തള്ളുകയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ. ഒക്ടോബർ 5-ാം തീയതി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നയാബ് സിംഗ് സൈനിയെ തന്നെ തെരഞ്ഞെടുക്കണമെന്ന് പ്രധാൻ പറയുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് BJP. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ BJP വിട്ടിരുന്നു. മന്ത്രി ചൗധരി രഞ്ജിത് സിംഗ് ചട്വാല, മുൻ മന്ത്രിയായ കർണദേവ് കംബോജ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി അംഗങ്ങളാണ് പാർട്ടി വിട്ടത്. OBC നേതാവായ കരൺ ദേവ് കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. മുൻ മന്ത്രിയായ കവിത ജെയിൻ, സാവിത്രി ജിൻഡാൽ തുടങ്ങിയവരും പാർട്ടി വിട്ടിരുന്നു. സാവിത്രി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട്. എന്നാൽ BJPയിൽ രൂപപ്പെടുന്ന പുതിയ പ്രതിസന്ധിയിൽ ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം സന്തോഷത്തിലുമാണ്. അവർക്ക് BJPക്കെതിരെ ഒരു പ്രചാരണ ആയുധം കൂടി കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. BJP 3-ാം തവണയും അധികാരത്തിലെത്തുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് ജനവിധി തേടുന്നത്. ഒക്ടോബർ 5-നാണ് പോളിംഗ്. 8-ാം തീയതി ഫലവും പ്രഖ്യാപിക്കും.